ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രി വൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 ജൂൺ ജൂലൈയിലായിട്ട് എക്സാം രജിസ്റ്റർ ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ എക്സാമിന് ഹാൾ ടിക്കറ്റ് എന്നാണ് വരുന്നത്, അതുപോലെ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകണം എന്നുള്ള ഒരുപാട് ഡൗട്ട് ഈ ഇടയായിട്ട് സ്റ്റുഡൻസ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കുള്ള ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജൂണിലോട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒട്ടും മിസ് ചെയ്യേണ്ട, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ എത്രയും വേഗം ഉറപ്പാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാൾ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഏകദേശം എക്സാമിന് ഒരു 2 വീക്സ് മുൻപാണ് ഹാൾ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കണം. എക്സാം ആവുന്നതിൻ്റെ ഒരു 2 വീക്സ് അല്ലെങ്കിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് നാൾ മുൻപാണ് ഹാൾ ടിക്കറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നാൽ കൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, അതുപോലെ നിങ്ങളുടെ പേര്, അതുപോലെ സബ്ജക്റ്റ്, ഇതൊക്കെ കറക്റ്റ് ആണോ, ID കാർഡിലുള്ള പോലെ തന്നെയല്ലേ എന്ന് ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഹാൾ ടിക്കറ്റ് ഒരു ഡെമോ നമ്മൾ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു 10 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ അത് ID കാർഡിൽ ഉള്ളതുപോലെ തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ പ്രോഗ്രാം കോഡ്, കോഴ്സ് കോഡ് എല്ലാം ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളുടെ പേര്, ഫുൾ നെയിമും കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഹാൾ ടിക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫോട്ടോഗ്രാഫിനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ എക്സാം സെൻറ്റർ കോഡ് ഉണ്ടായിരിക്കും, എക്സാം സെൻറ്റർ എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. എക്സാം സെൻറ്റർ എവിടെയാണോ അവിടെ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ വേറെ എക്സാം സെൻറ്റർ ഒന്നും നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല. നിങ്ങൾക്ക് ഏത് എക്സാം സെൻറ്റർ ആണോ ഹാൾ ടിക്കറ്റ് ഉള്ളത് ആ എക്സാം സെൻറ്ററിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. അതുപോലെ ഹാൾ ടിക്കറ്റിൻ്റെ താഴെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഹാൾ ടിക്കറ്റ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 6-7 പേജുള്ള ഒരു ഹാൾ ടിക്കറ്റ് ആയിരിക്കും. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഫ്രണ്ട് ഷീറ്റ് മാത്രം കൊണ്ടുപോയാൽ മതി. ബാക്കിയെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഓൾമോസ്റ്റ് ഒരു 25 to 30 റൂൾസ് ആൻഡ് റെഗുലേഷൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ അത് വൃത്തിയായിട്ട് നിങ്ങൾ വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ ഹാൾ ടിക്കറ്റിൻ്റെ ഫ്രണ്ട് പേജിലെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാം എക്സാം ടൈം ടേബിൾ കാണാൻ പറ്റും. അപ്പോൾ ടൈം ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ എക്സാം ഡേറ്റ്, ഏതൊക്കെ ഡേറ്റിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അതുപോലെ സെഷൻ കാണാൻ പറ്റും, അതായത് മോർണിംഗ് ആണോ ഈവനിങ് ആണോ. അതുപോലെ ടൈമും കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, സബ്ജക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സബ്ജക്റ്റ് കോഡൊക്കെ വെച്ചിട്ട് ഏത് ദിവസം ഏത് സബ്ജക്റ്റ് ആണ് എക്സാം വരുന്നത്, അത് മോർണിംഗ് ആണോ ഈവനിങ് ആണോ എന്നുള്ളൊരു കൺഫർമേഷനോട് കൂടെ വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കരുത്. ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോൾ വളരെ കൃത്യമായിട്ട് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നിങ്ങൾ വായിച്ചു നോക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എന്തൊക്കെ റൂൾസ് ആയിരിക്കും ഹാൾ ടിക്കറ്റിൽ പറയാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ റൂൾസ് ആണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. സാധാരണ എക്സാമിന് പോകുന്ന പോലെ തന്നെ ഹാൾ ടിക്കറ്റും ID കാർഡും നിങ്ങൾ എടുക്കാൻ മറക്കരുത്. യാതൊരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത 2 കാര്യങ്ങളാണിത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പെന്ന്, പെൻസിൽ എന്താണെങ്കിൽ അതും കൂടെ കീപ്പ് ചെയ്യാം. ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും യൂണിവേഴ്സിറ്റി അലൗ ചെയ്യുന്നില്ല. ഈവൻ കാൽക്കുലേറ്റർ വരെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അലൗ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ മറന്നു വരുത്. ബാക്കി ഗാഡ്ജറ്റുകളൊന്നും നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ എക്സാം ഷീറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ വൃത്തിയായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. 10 ഡിജിറ്റ് എൻറോൾമെൻറ്റ് നമ്പറാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത്.
വളരെ കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യണം. കാരണം അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളുടെ ആൻസർ, അതായത് നിങ്ങളുടെ റിസൾട്ടിന് വരെ അത് ബാധിക്കും. അത് കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷനിൽ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ഒന്നാമത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾക്ക് അഡീഷണൽ ആൻസർ ഷീറ്റ് ഒന്നും കിട്ടില്ല. യൂണിവേഴ്സിറ്റി അഡീഷണൽ ആൻസർ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. ഒരു ബുക്ക്ലെറ്റ് ആണ് നിങ്ങൾക്ക് തരിക. ഓൾമോസ്റ്റ് ഒരു 25 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും. അതിൽ വേണം നിങ്ങളുടെ ആൻസർ കംപ്ലീറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ അറ്റൻഡൻസ് ഷീറ്റ് മസ്റ്റായിട്ടും നിങ്ങൾ സൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ എക്സാമിന് പോകുമ്പോഴും നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്തു എന്നുള്ളതിന് എവിഡൻസ് ആണ് അറ്റൻഡൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ ഇൻവിജിലേറ്റേഴ്സ് സൈൻ ചെയ്യേണ്ട സ്ഥലത്ത് അവർ സൈൻ ചെയ്തിട്ടില്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എക്സാമിന് പോകുമ്പോൾ ID കാർഡും അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റും കൊണ്ടുപോകാൻ മറക്കരുത്. ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ ഫോട്ടോ ഫിക്സ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഹാൾ ടിക്കറ്റും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ബാസിലെ സ്റ്റുഡൻസ് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനും ഹാൾ ടിക്കറ്റും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിവേ, താങ്ക് യു.